ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ വി എഫ് എക്കും ബെക്കോ എൽ ഡിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. 20 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, പക്ഷേ എല്ലാ ടോപ്പിക്കിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ വീതമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് ഏതാണ്? 1498 മെയ് 20 വാസ്കോഡ ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തി. കൊച്ചിയിൽ വ്യാപാരശാല നിർമ്മിക്കുവാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ച നാവികൻ പെഡ്രോ അൽവാരസ് കബ്രാളാണ്. നീലജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി പെറോഡ കോവിൽഹോ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ ഡി വെനസിസ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. കണ്ടുപിടിച്ചേ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 3ഉം 4 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റാണ് കേട്ടോ. നമുക്ക് ആദ്യം ആ ശരിയായിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ് നോക്കാവേ. വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തുന്നത് ഏത് വർഷമാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. 1498 മെയ് 20 വർഷം ചോദിക്കാറുണ്ട്. 1498 മെയ് 20. കൊച്ചിയിൽ വ്യാപാരശാല നിർമ്മിക്കുവാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ച നാവികൻ ആരാണ്? പെഡ്രോ അൽവാരസ് കബ്രാളാണ്. പെഡ്രോ അൽവാരസ് കബ്രാള്. നീലജലനയം നടപ്പിലാക്കിയത് ആരാണ്? നീലജലനയം ഫ്രാൻസിസ് ഡി അൽമേഡയാണ് കേട്ടോ. ഫ്രാൻസിസ് ഡി അൽമേഡയാണ് എന്ത് നടപ്പിലാക്കിയത്? നീലജലനയം നടപ്പിലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ണൂർ കോട്ടയ്ക്ക് സെൻറ്റ് ആഞ്ചലോസ് കോട്ട എന്ന പേര് നൽകിയതും ആര് തന്നെയാണ്? ഫ്രാൻസിസ് ഡി അൽമേഡയാണ് കേട്ടോ. ഫ്രാൻസിസ് ഡി അൽമേഡയാണ് നീലജലനയം കൊണ്ടുവന്നതും അതുപോലെ തന്നെ കണ്ണൂർ കോട്ടയ്ക്ക് സെൻറ്റ് ആഞ്ചലോസ് കോട്ട എന്ന പേര് നൽകിയതും. ഇനി ആരാണ് പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? പള്ളിപ്പുറം കോട്ടയാണ്. അതാരാണ് നിർമ്മിച്ചത്? ഡി വെനസിസ് ആണോ? അല്ല, അൽ ബുക്കർക്കാണ് കേട്ടോ. അൽ ബുക്കർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായിട്ടുള്ള പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരനാണ് ആരാണ്? അൽ ബുക്കർക്കാണ്. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ് കേട്ടോ. 3ഉം 4ഉമാണ് ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാക്കിയിട്ട് 3ഉം 4 സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ശരിയാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ അത് എഴുതി വെക്കുക കേട്ടോ. അറിയുന്നവരാണെങ്കിൽ വിട്ടോളൂ കേട്ടോ, വെറുതെ എഴുതണമെന്നില്ല. അതൊക്കെ ചോദിക്കുന്ന സ്ഥിരമായിട്ട് വരുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1902 ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ടി കെ മാധവനാണ് കേട്ടോ. 1902 ഈഴവ അസോസിയേഷൻ അല്ലെങ്കിൽ ഈഴവ സമാജം എന്നും പറയും കേട്ടോ. ഈഴവ സമാജം അല്ലെങ്കിൽ ഈഴവ അസോസിയേഷൻ സ്ഥാപിക്കുന്നത് ആരാണ്? ടി കെ മാധവനാണ്. വർഷം ഓർത്തിരിക്കുക, 1902. അതുപോലെ തന്നെ ഇവിടുന്ന് മാറിപ്പോകാവുന്നതാണ്. ഈഴവ മഹാസഭ. ഈഴവ മഹാസഭ ആരുടെയാണ്? ഡോക്ടർ പൽപ്പുവിൻ്റെയാണ്. ഡോക്ടർ പൽപ്പു സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ഈഴവ മഹാസഭ എന്ന് പറയുന്നത്. വർഷം കൂടെ ഓർത്തിരിക്കുക, 1896 ഈഴവ മഹാസഭ രൂപീകരിക്കുന്നത്. 1896. അപ്പോൾ ഈഴവ മഹാസഭയും ഈഴവ സമാജവും മാറിപ്പോകരുതേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗാന്ധിയൻ കാലഘട്ടം ഏതെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ എ ആണ് ആൻസറെ. 1919 മുതൽ 1947 വരെയാണ് ഗാന്ധിയൻ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. ഇനി എന്താണ് മിതവാദി കാലഘട്ടം? മിതവാദി കാലഘട്ടം 1885 മുതൽ 1905 വരെയാണ് മിതവാദി കാലഘട്ടം എന്ന് പറയുന്നത്. അതിനുശേഷം 1905 മുതൽ 1919 മുതൽ എന്താണ്? തീവ്രവാദ ദേശീയ കാലഘട്ടമാണ് അല്ലേ? തീവ്രവാദ ദേശീയ കാലഘട്ടം എന്നാണ്. നമുക്ക് ആദ്യം മിതവാദി ദേശീയ കാലഘട്ടം പഠിക്കാം. അതെന്താണ്? 1885 മുതൽ 1905 വരെയാണ് എന്ത് എന്ന് പറയുന്നത്? മിതവാദി. അതിനുശേഷം എന്താണ്? 1905 മുതൽ 1919 വരെ തീവ്രവാദി ദേശീയ കാലഘട്ടമാണ്. ശേഷമാണ് എന്താവുന്നത്? നമുക്ക് 1919 മുതൽ 1947 വരെ ഗാന്ധിയൻ കാലഘട്ടം വരുന്നത്. ഓക്കെ അല്ലേ? ഇത് 3ഉം പഠിച്ചിരിക്കണേ. ഈ മിതവാദി കാലഘട്ടത്തിൽ അവരുടെ നേതാവ്, മിതവാദി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, അതുപോലെ തന്നെ ബദറുദ്ദീൻ തിയാബ്ജി, WC ബാനർജി. ഇത്രയും പേരാണ് മിതവാദി കാലഘട്ടത്തിൻ്റെ നേതാക്കളായിട്ട് പറയുന്നത് കേട്ടോ. പഠിച്ചിരിക്കണേ. അതുപോലെ തന്നെ തീവ്രദേശീയ കാലഘട്ടത്തിൻ്റെ നേതാക്കൾ അതാരൊക്കെയാണ്? സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, അതുപോലെ തന്നെ ബാലഗംഗാധര തിലക്. ഇവർ 3 പേരുമാണ് എന്തെന്ന് പറയുന്നത്? തീവ്ര ദേശീയവാദ കാലഘട്ടത്തിൻ്റെ
നേതാക്കൾ എന്ന് പറയുന്നത് അല്ലേ, ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധർ തിലകൻ. അപ്പോൾ ഈ വർഷവും അതിൻ്റെ നേതാക്കളെയും അവിടെ ഓർത്തിരിക്കുക കേട്ടോ. കേരള സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ 2026 രൂപവൽക്കരിച്ച ഉന്നത അധികാര സമിതിയുടെ അധ്യക്ഷൻ, കറണ്ട് അഫെയർ ആണ്, ആരാണ്? ഓപ്ഷൻ എ ആണ്, KM ചന്ദ്രശേഖറാണ് കേട്ടോ. കേരള സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ 2026 രൂപവൽക്കരിച്ച ഉന്നത സമിതിയുടെ അധ്യക്ഷനാണ് ആരെന്ന് പറയുന്നത്? KM ചന്ദ്രശേഖർ. ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ ആരുടെ പുസ്തകമാണ്? ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ ആരുടെ പുസ്തകമാണ്? ഓപ്ഷൻ എ K സച്ചിദാനന്ദൻ്റെയാണ് കേട്ടോ. ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ ആരുടെ പുസ്തകമാണ്? K സച്ചിദാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ഉല നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും എന്ന് പറഞ്ഞിട്ടുള്ള നോവലിന് നമ്മുടെ 2026 മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഓർത്തിരിക്കണേ. K സച്ചിദാനന്ദൻ്റെ ഉല നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും എന്ന നോവലിന് 2026 മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. തെറ്റായ പദം ഏതാണ്? തെറ്റായിട്ടുള്ള പദം ഏതാണ്? തെറ്റായിട്ടുള്ള പദം ഓപ്ഷൻ ഡി ആണ്, പാദസ്വരമല്ല. എന്താണ്? പാദസരമാണ്. പാദസരമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പാദസ്വരം എന്താണ്? തെറ്റാണ്. പാദസരം എന്നാണ് പറയുക അല്ലേ, പാദസരം, പാദസരം. ആദ്യത്തെ നോക്കിയേ, സ്നിഗ്ധം, സ്നിഗ്ധം, സ്നിഗ്ധം. തദ്ധിതത്തിൻ്റെ ഏതാണ്? ഇതാണ് തദ്ധിതം. സ്നിഗ്ധത്തിൻ്റെ ദായാണ് തദ്ധിതത്തിൻ്റെ ദാട്ടോ. അപ്പോൾ സ്നിഗ്ധം ഇതൊക്കെ നോക്കിയിരിക്കുക കേട്ടോ. സ്നിഗ്ധം. അടുത്ത് നോക്കിയേ, വിശ്വസ്തൻ, വിശ്വസ്തൻ, വിശ്വസ്തൻ. യാദൃശ്ചികം സ്ഥിരമായിട്ട് വരുന്നതാണിത്. നമ്മളെന്ത് പറയും? പറയുമ്പോൾ നമ്മളെന്ത് പറയും? യാദൃശ്ചികം എന്ന് പറയും അല്ലേ. ഷായും തായും കൂടെ കൂട്ടിയിട്ട് യാദൃശ്ചികം എന്ന് പറയും. പക്ഷേ എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ? യാദൃച്ഛികം, യാദൃച്ഛികം എന്നാണ് പറയുക. യാദൃശ്ചികം എന്നുള്ളത് അവിടെ തെറ്റാണ്. അതാണ് മിക്കവാറും ഓപ്ഷനിൽ തരാറുള്ളത് അല്ലേ. ഇച്ഛ കൂട്ടിയിട്ട്, ഷായും ചായും കൂടെ കൂട്ടിയിട്ട് അല്ലേ. ഇതിൽ ശരിയായിട്ടുള്ള വാക്കുകളൊക്കെ പഠിക്കുക കേട്ടോ. തെറ്റായിട്ടുള്ളത് ശരിയാക്കി പറഞ്ഞിട്ടുണ്ട്, അതും പഠിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതെല്ലാം? ഭീമൻ രണ്ടാം ഊഴം, വെള്ളായിയപ്പൻ കടൽ തീരത്ത്, അപ്പുക്കിളി, ഖസാക്കിൻ്റെ ഇതിഹാസം, ചന്ദ്രിക, കരുണ. ഏതാണ് ശരിയല്ലാത്തത്? തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ഇവിടെ എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ശരിയായതാണല്ലേ ചോദിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏതല്ല? അപ്പോൾ 1, 2, 3 ആണ് കേട്ടോ അവിടെ കറക്റ്റായിട്ടുള്ളത്. ഭീമൻ, ഭീമൻ ഏതിലെ കഥാപാത്രമാണ്? രണ്ടാം ഊഴത്തിലെ കഥാപാത്രമാണ്. ആരാണ് രണ്ടാം ഊഴം എഴുതിയിരിക്കുന്നത്? MT വാസുദേവൻ നായരുടെ നോവലാണ് എന്തെന്ന് പറയുന്നത്? രണ്ടാം ഊഴം. അതിലെ കഥാപാത്രമാണ് ഭീമൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം. അടുത്ത് നോക്കിയേ, വെള്ളായിയപ്പൻ, കടൽ തീരത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നോവലിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ. ആരുടെയാണ് കടൽ തീരത്ത്? OV വിജയൻ്റെയാണ് കേട്ടോ. OV വിജയൻ്റെയാണ് കടൽ തീരത്ത്. ഖസാക്കിൻ്റെ ഇതിഹാസവും അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അതിലെ കഥാപാത്രം ഏതാണ്? അപ്പുക്കിളി. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പുക്കിളി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞിട്ടുള്ളതിലെയാണ്. അത് ആരെഴുതിയതാണ്? OV വിജയൻ എഴുതിയതാണ്. അടുത്തത് നോക്കിയേ, ചന്ദ്രിക. ചന്ദ്രിക ആരെഴുതിയതാണ്? ചങ്ങമ്പുഴ എഴുതിയതാണ്. ചങ്ങമ്പുഴ എഴുതിയതാണ് എന്തെന്ന് പറയുന്നത്? ചന്ദ്രിക എന്ന് പറയുന്നത്. അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ചന്ദ്രികയും മദനനും. മദനനും അത് കരുണേത്തെയാണോ? അല്ല, രമണൻ എന്ന് പറഞ്ഞിട്ടുള്ള നോവലിയാണ് അല്ലേ. രമണൻ, ചങ്ങമ്പുഴയുടെ രമണൻ എന്ന് പറഞ്ഞിട്ടുള്ള നോവലിയാണ് ചന്ദ്രികയും മദനനും എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങൾ. ഓർത്തിരിക്കണേ. കരുണ ആരുടെയാണ്? കരുണ കുമാരനാശാൻ്റെയാണ് കേട്ടോ. കരുണ ആരുടെയാണ്? കുമാരനാശാൻ്റെയാണ്. അതിലെ കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? വാസവദത്ത എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. അതൊക്കെ ഷോർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്ഥിരമായിട്ട് അതിന്നൊരു ആ ഒരു ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും വരാറുണ്ട്. ആഗ്നേയശിലയായ ബസാൾട്ട് താഴെ പറയുന്നവയിൽ ഏത് കായാന്തരിത ശിലയായിട്ടാണ് മാറുന്നത്? ആഗ്നേയശിലയായിട്ടുള്ള ബസാൾട്ട് ഏത് കായാന്തരിത ശിലയായിട്ടാണ് മാറുന്നത്? ഓപ്ഷൻ സി, ഷിസ്റ്റ് ആയിട്ടാണ് കേട്ടോ. ആഗ്നേയശിലയായിട്ടുള്ള ബസാൾട്ട് ഏത് കായാന്തരിത ശിലയായിട്ടാണ് മാറുന്നത്? ഷിസ്റ്റ്.
ഇന്ത്യക്ക് വേണ്ടി സ്വരാജ് ഭരണഘടന തയ്യാറാക്കിയ ദേശീയ നേതാവ്. ഇന്ത്യക്ക് വേണ്ടി സ്വരാജ് ഭരണഘടന തയ്യാറാക്കിയ ദേശീയ നേതാവ്. ഓപ്ഷൻ സി വിജയരാഘവാചാര്യരാണ് കേട്ടോ. ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വരാജ് ഭരണഘടന തയ്യാറാക്കിയ ദേശീയ നേതാവ് സി വിജയരാഘവാചാര്യർ. സ്വരാജ് പാർട്ടി രൂപീകൃതമായപ്പോഴത്തെ വൈസ്രോയി ആരാണ്? സ്വരാജ് പാർട്ടി രൂപീകൃതമായപ്പോഴത്തെ വൈസ്രോയി. ഓപ്ഷൻ ബി റീഡിംഗ് പ്രഭു ആണ് കേട്ടോ. സ്വരാജ് പാർട്ടി രൂപീകൃതമായപ്പോഴത്തെ വൈസ്രോയി ആരാണ്? റീഡിംഗ് പ്രഭു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന മലയാളി വനിതകളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി അക്കമ്മ ചെറിയാനാണ് ഉൾപ്പെടാത്തത്. ബാക്കിയവർ നോക്കി ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ തുടങ്ങിയവരെന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന മലയാളി വനിതകളാണ് കേട്ടോ. സ്ഥിരമായിട്ട് ഈ 3 പേരെ ചോദിക്കാറുണ്ട്. ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ. അതിൽ നിന്ന് തന്നെ ആനി മസ്ക്രീന് വേറൊരു രീതിയിലും കൂടെ ചോദിക്കാം. ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിത ആരാണ്? ആനി മസ്ക്രീൻ ആണ്. ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിത ചോദിച്ചാൽ അതാരാണ്? ആനി മസ്ക്രീൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ ഇവയുടെ സംരക്ഷണം ആർട്ടിക്കിൾ 49. തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്നത് ആർട്ടിക്കിൾ 39A. വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ആർട്ടിക്കിൾ 43A. ഏകീകൃത സിവിൽ കോഡ് ആർട്ടിക്കിൾ 45. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. ഏതാണ്? ഏകീകൃത സിവിൽ കോഡ് 45 അല്ല. എത്രയാണ്? 44. ഏകീകൃത സിവിൽ കോഡ് ഏതാണ്? ആർട്ടിക്കിൾ 44. സംസ്ഥാന രൂപീകരണം മുതൽക്കേ തന്നെ ഏകീകൃത സിവിൽ കോഡുള്ള സംസ്ഥാനം ഏതാണ്? അത് ഗോവയാണ് കേട്ടോ. സംസ്ഥാന രൂപീകരണം മുതൽക്കേ തന്നെ ഏകീകൃത സിവിൽ കോഡുള്ള സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഉത്തരാഖണ്ഡാണ്. ഓർത്തിരിക്കുക കേട്ടോ. ഉത്തരാഖണ്ഡാണ്. ഗോവയും ഉത്തരാഖണ്ഡും. ഗോവ എന്താണ്? സംസ്ഥാന രൂപീകരണം മുതൽക്കേ തന്നെ ഏകീകൃത സിവിൽ കോഡുള്ള സംസ്ഥാനമാണ് ഗോവ. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഉത്തരാഖണ്ഡാണ്. മനുഷ്യ ശരീരത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ഗാംഗ്ലിയോൺ ആണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ട്രാഫിക് പോലീസ് ആരാണ്? ഗാംഗ്ലിയോൺ. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം. ഓപ്ഷൻ ബി പ്ലീഹയാണ് കേട്ടോ. പ്ലീഹ. അതുപോലെ തന്നെ അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് ഇത് തന്നെയാണ്? പ്ലീഹ തന്നെയാണ് കേട്ടോ. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? പ്ലീഹയാണ്. പ്ലീഹ. ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ. ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ഓപ്ഷൻ ഡി കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയയാണ്. വിബ്രിയ കോളറ നമുക്കറിയാലോ ഏതിൻ്റെയാണ്? കോളറയുടെ ബാക്ടീരിയ ആണ് അല്ലേ. ട്രിപ്പണീമ പല്ലിടം ഏതിൻ്റെയാണ്? സിഫിലിസ് ആണ് അല്ലേ. സിഫിലിസ് ആണ്. സിഫിലിസ്. അതുപോലെ ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്തിൻ്റെയാണ്? ടെറ്റനസ്. ഓക്കെ അല്ലേ. ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ. കോളറയ്ക്ക് കാരണമാകുന്നത് വിബ്രിയോ കോളറെ. സിഫിലിസിന് കാരണമാകുന്നത് ട്രിപ്പനീമ പല്ലിടം. അതുപോലെ തന്നെ ടെറ്റനസിൻ്റെ ബാക്ടീരിയ ഏതാണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനെ. കേന്ദ്ര വിവരാവകാശ നിയമമല്ല കേട്ടോ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എത്രാം വകുപ്പ് പ്രകാരമാണ് രൂപീകരിച്ചിരിക്കുന്നത്? എത്രാം വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ ബി 12ാം വകുപ്പ് പ്രകാരമാണ് കേട്ടോ. 2005 12ാം വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമനിരോധന നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? ഓപ്ഷൻ എ 1990 ജനുവരി 30 SC/ST വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള അക്രമനിരോധന നിയമം നിലവിൽ വരുന്നത് കേട്ടോ. അത് നിലവിൽ വരുന്ന സമയത്ത് പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ VP സിംഗ് ആണ് കേട്ടോ. VP സിംഗ് ആണ്. അതുപോലെ തന്നെ അതിന് അംഗീകാരം നൽകിയ രാഷ്ട്രപതിനെ ചോദിക്കാം. അതാരാണ്? R വെങ്കിട്ടരാമനാണ് കേട്ടോ. R വെങ്കിട്ടരാമനാണ്. അതുപോലെ തന്നെ ഈ 1989 സെപ്റ്റംബർ 11 എന്ന് പറയുന്നത് ഈ SC/ST വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള അക്രമനിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷമാണ് കേട്ടോ. പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള വർഷമാണ്.
എന്തെന്ന് പറയുന്നത് 1989 സെപ്റ്റംബർ 11 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു SC/ST ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഇത്രയും കാര്യങ്ങളോട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. ഒന്നാമത്തത് SC/ST വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള അക്രമ നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയതെന്നാണ് 1989 സെപ്റ്റംബർ 11 ശേഷം അത് നിയമം നിലവിൽ വരുന്നതെന്നാണ് 1990 ജനുവരി 30 ആരായിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി? VP സിംഗ് ആയിരുന്നു. ഈ നിയമത്തിന് അംഗീകാരം കൊടുത്ത രാഷ്ട്രപതി ആരായിരുന്നു? R വെങ്കിട്ടരാമനായിരുന്നു. പോക്സോ നിയമപ്രകാരം ശരിയായ പ്രസ്താവന ഏതാണ്? മൊഴി രേഖപ്പെടുത്തുന്നത് പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലായിരിക്കരുത്. അതായത് ഒരു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് പോലീസ് എന്ത് ചെയ്യാൻ പാടില്ല? അവരുടെ ഔദ്യോഗിക വേഷത്തിൽ പോലീസ് യൂണിഫോമിൽ ആയിരിക്കാൻ പാടില്ല. മൊഴി രേഖപ്പെടുത്തുന്നത് സ്റ്റേഷനിൽ വെച്ചാകണം. ഒരു കാരണവശാലും കുട്ടിയെ രാത്രി പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് പാടില്ല. മൊഴി രേഖപ്പെടുത്തുമ്പോൾ പ്രതിയുമായി കുട്ടിക്ക് യാതൊരുവിധ സമ്പർക്കവും ഉണ്ടായിരിക്കുന്നില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മളോട് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണല്ലേ? അവർ ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. രണ്ടാമത്തെ മൊഴി രേഖപ്പെടുത്തുന്നത് സ്റ്റേഷനിൽ വെച്ചാകണം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തെറ്റാണ്. ഒന്നുകിൽ കുട്ടിയുടെ വസതിയിൽ വെച്ചോ അല്ലെങ്കിൽ കുട്ടിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ട് ആയിരിക്കാം മൊഴി രേഖപ്പെടുത്തേണ്ടത്. നിർബന്ധമായിട്ടും പോലീസ് സ്റ്റേഷനിൽ വെച്ചാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഒരു കാരണവശാലും കുട്ടിയെ രാത്രി പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് പാടില്ല. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൊഴി രേഖപ്പെടുത്തുമ്പോൾ പ്രതിയുമായിട്ട് കുട്ടിക്ക് യാതൊരുവിധ സമ്പർക്കവും ഉണ്ടായിരിക്കുന്നില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉറപ്പുവരുത്തേണ്ടതാണ്. അതും ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1, 3, 4 അതൊരു ഇവിടെ ഇല്ല കേട്ടോ. കറക്റ്റ് ആൻസർ 1, 3, 4 എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കാണ്, സോറി. കറക്റ്റായിട്ട് കൊടുത്തില്ല. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ 1, 3, 4 ആണ് കേട്ടോ. നമ്മുടെ ഈ LD VFA പോലുള്ള എക്സാമിനുകൾക്കൊക്കെ ഈ പോക്സോ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പാണ് കേട്ടോ. ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ നമുക്കേ അറിയാം, നമ്മൾ മുന്നേ അറ്റൻഡ് ചെയ്തിട്ടുള്ള LD ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എന്തുണ്ട്, ഒരു പോക്സോ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ് കേട്ടോ പോക്സോ എന്ന് പറയുന്നത്. ഷുവറായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ചട്ടമ്പി സ്വാമികളുമായി ബന്ധമുള്ള പ്രസ്താവന ഏതാണ്? അയിത്തം അറബിക്കടലിൽ തള്ളണമെന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, അദ്വൈതപഞ്ചരം മുതലായവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ചട്ടമ്പി സ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് തൈക്കാട് അയ്യ സ്വാമികളാണ്. ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. ബന്ധമുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ D ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അയിത്തം അറബിക്കടലിൽ തള്ളണമെന്ന് ആഹ്വാനം ചെയ്തു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, അദ്വൈതപഞ്ചരം മുതലായവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം എവിടെയാണ്? പന്മനയിലാണ് അല്ലേ? കൊല്ലത്ത് പന്മനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചട്ടമ്പി സ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് തൈക്കാട് അയ്യ സ്വാമികളല്ല, പിന്നെ ആരാണ്? എട്ടര യോഗമാണ് അദ്ദേഹത്തിന് എന്ത് നൽകുന്നത്? വിദ്യാധിരാജ എന്ന് പറഞ്ഞിട്ടുള്ള പേര്, പദവി നൽകുന്നത്. ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണേ. ഇവിടെ കുറച്ച് ഭിന്നസംഖ്യ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ലസാഗു കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. 2/3, 3/5, 4/7, 9/13. ചെയ്ത് നോക്കിയേ. എങ്ങനെയാണ് ലസാഗു, ഭിന്നസംഖ്യകളുടെ ലസാഗു എങ്ങനെയാണ് കാണുന്നത്? ആദ്യം അംശബന്ധങ്ങളുടെ ലസാഗു ഡിവൈഡഡ് ബൈ, പിന്നെന്ത് പറയുന്നു? ഛേദങ്ങളുടെ ഉസാഗ അല്ലേ? അംശങ്ങളുടെ ലസാഗു ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ഉസാഗു എന്നുള്ളതാണ് ഇക്വേഷൻ. ഭിന്നസംഖ്യകളുടെ ലസാഗു കാണാനുള്ള ഇക്വേഷൻ. ഇത് പഠിച്ചിരിക്കുക കേട്ടോ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. അംശങ്ങളുടെ LCM എത്ര കിട്ടും? 36 എന്ന് കിട്ടും അല്ലേ? 36 എന്ന് കിട്ടും. കാരണം എങ്ങനെയാണ് ഒന്ന് ചെയ്തേ? ഇവിടെ ഇതിൽ നേരെ എഴുതാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് പോവും? 2 കൊണ്ട് പോവില്ലേ? 1 വരും, 3 ഇല്ല, പിന്നെ എന്ത് വരും? 2 വരും. ഇവിടെ എന്ത് വരും? 9 വരും അല്ലേ? ശേഷം നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലേ? 1, പിന്നെ എന്ത് വരും? 2, 3, 9. ഇവിടെ ഒരു 6, ഇവിടെ ഒരു 6, 2 × 3 ഒരു 6 വരും അല്ലേ? ഇവിടെ 2 1 അല്ലേ വരിക?
അപ്പോൾ 6 × 6 36 എന്ന് നമുക്ക് കിട്ടിയില്ലേ? അയ്യോ അത് പോയി. ഇതിൻ്റെ LCM നമുക്ക് എന്ത് കിട്ടി? 36 എന്ന് കിട്ടി. ഇനി അടുത്തത് ഛേദങ്ങളുടെ HCF എത്രയാണ് കിട്ടുക? ഇതിലെന്തില്ല? ഒരു പൊതു ഘടകമില്ല അല്ലേ? പൊതു ഘടകമില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ എന്തായിരിക്കും HCF? 1 തന്നെയായിരിക്കും. സാഗ എത്രയായിരിക്കും? 1 തന്നെയായിരിക്കും. അപ്പോൾ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 36 തന്നെയല്ലേ കിട്ടും അല്ലേ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 36. സിമ്പിളല്ലേ? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു മാത്സ് ഒരു ടോപ്പിക്ക് ഒരു ക്വസ്റ്റ്യൻ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ആ 20 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് കിട്ടി? 20 പോയിൻ്റ് കിട്ടിയില്ലേ? ഇപ്പോൾ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാവേ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. ഇവിടെയൊക്കെ നല്ല മഴയാണ്. അതുകൊണ്ടാണ് രണ്ട് ദിവസമായിട്ട് ക്ലാസ് ഒന്നും ഇടാൻ പറ്റാണ്ടിരുന്നത്. കറണ്ട് പോകും, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കുറച്ച് മഴയ്ക്ക് ഇത്തിരി കുറവുണ്ടെങ്കിലും പെയ്യുന്നത് വളരെ ശക്തിക്കാണ് പെയ്യുന്നത്. ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ നിന്ന് പെയ്യും. അത് അത്യാവശ്യം നല്ല രീതിയിൽ പെയ്യുകയും ചെയ്യും. ഇടയ്ക്ക് പിന്നെ ചില സമയത്ത് നല്ല തോർച്ചയുണ്ടാവും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, പ്രോട്ടോക്കോളുകളൊക്കെ പാലിക്കുക, വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക. മാക്സിമം കുട്ടികളെ പുറത്തൊന്നും വിടാണ്ടിരിക്കുക കേട്ടോ. എല്ലായിടത്തും വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ കണ്ണിൽ കണ്ട അസുഖങ്ങൾ പടരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ആരും റിസ്ക് എടുക്കണ്ട, നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക് യു.